കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു യൂദയായിലേക്ക് ജോർദാൻ്റെ മറുകരയിലേക്കും പോയി വീണ്ടും പഠിപ്പിച്ചു. ഫരിസേയർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷ ഭാഗം വിശുദ്ധമായ വിവാഹ ജീവിതം, അതിൻ്റെ പ്രാധാന്യം വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തെറ്റായി വിധിച്ച് സംസാരിക്കാൻ ഇടയുണ്ട്. എവിടെയെങ്കിലും കല്യാണം കഴിച്ചവർ അവർ വിവാഹമോചനം പ്രാപിച്ച് വീണ്ടും കല്യാണം കഴിച്ച് അവർ ജീവിക്കുന്നവർ അവരെല്ലാം വ്യഭിചാരികളാണെന്ന് വേണേൽ പറയാൻ നമുക്ക് തോന്നിയേക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് അക്കാര്യം പറഞ്ഞാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ വിവാഹം ചെയ്യുന്നവൾ വ്യഭിചാരം ചെയ്യുന്നു. ഇത് ശരിയായ രീതിയിൽ നമ്മൾ ഇരിക്കുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാം. നമ്മൾ മറ്റുള്ളവരെ തെറ്റായ രീതിയിൽ വിധിക്കുന്നവരായിട്ട് മാറാം. വിവാഹത്തിൻ്റെ മാന്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4 മുതൽ വായിച്ചാൽ, വിവാഹം എല്ലാവരുടെയും ഇടയിൽ മാന്യമായി കരുതപ്പെടണം. മണവറ മലിനമാകരുത്. ഇതിനുവേണ്ടിയുള്ളതാണ് വിവാഹ ജീവിതം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വായിച്ചാൽ അവിടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിവാഹ ജീവിതം ദൈവസ്നേഹത്തിൻ്റെ ഒരു അടയാളവും ആവിഷ്കാരവുമായിരിക്കണം. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ വിവാഹിതരെ പരസ്പരം സ്നേഹിക്കുവാൻ വിളി ലഭിച്ചവരാണ്. ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാനോ ജീവിക്കാനോ പറ്റാതെ പോകുന്നവർ മണവറ മലിനമാക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. കാരണം അവരുടെ സ്വാർത്ഥത, ജഡികത, അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം പരിശുദ്ധമായിരിക്കേണ്ട മണവറ മലിനമാകുന്നു. അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തു ഗുണവിശേഷം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അവരുടെ സ്വഭാവം സവിശേഷമായിട്ട് മാറണമെങ്കിൽ വിശുദ്ധമായ മണവറയിൽ നിന്ന് കുഞ്ഞുങ്ങൾ ജനിക്കണം എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇനി വിവാഹമോചനം പ്രാപിച്ചവരെല്ലാം തെറ്റ് ചെയ്തവരാണോ? നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വിവാഹം അത് കൂദാശയായിട്ട് മാറണമെങ്കിൽ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാരിയേജബിലിറ്റി എന്ന് പറയും. ഒരാൾ കളിപ്പീരിലാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. പറയേണ്ട കാര്യങ്ങൾ പറയാതെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെയുള്ള തിരിമറിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം നടന്നിട്ടില്ല. അതല്ലെങ്കിൽ വിവാഹ ജീവിതം നയിക്കാനുള്ള ഒരു കഴിവോ പ്രാപ്തിയോ അതിനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണ ബോധം ഇതൊന്നും ഇല്ലാതെ കല്യാണം കഴിച്ചവർ അവിടെ വിവാഹം നടന്നിട്ടില്ല. കാശിനു വേണ്ടിയോ മറ്റേതെങ്കിലും കാരണത്താൽ സ്വാർത്ഥപരമായിട്ടുള്ള കാരണങ്ങളാൽ
വിവാഹിതനായവരുടെ വിവാഹം കൂദാശയായിട്ട് മാറിയിട്ടില്ലെന്ന്. അതാണ് ഈ മാരിയേജബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതില്ലാതെ വിവാഹിതരായവർ അവരുടെ വിവാഹം അസാധുവായിരുന്നു എന്ന് സഭ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് വിവാഹമോചനം കൊടുത്തിട്ട് വീണ്ടും പള്ളിയിൽ വെച്ച് വിവാഹിതരാകാനുള്ള അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ചെയ്യുക. സാധുവായ ഒരു വിവാഹം സഭയ്ക്ക് അത് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ആ ബന്ധം വിടുവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് ഇതിലൂടെ സഭ തന്നെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പറയുണ്ട്, നമ്മെ സംബന്ധിച്ചിടത്തോളം വിവാഹം മാന്യമായിട്ട് നമ്മൾ കരുതണം. മണവറ മലിനമാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. നമ്മുടെ സംസാരത്തെ നമ്മൾ വളരെ സൂക്ഷിക്കണമെന്ന്. ഇന്ന് പല വിവാഹിതരുടെയും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ, വിവാഹമോചനത്തിൽ എത്താനുള്ള കാരണം പോലും വേണമെങ്കിൽ സംസാരം ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ്. സുഭാഷിതങ്ങൾ 18-ാം അധ്യായവും പ്രഭാഷകൻ 28-ാം അധ്യായം എടുത്താൽ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകരുത്. ഈ വചനഭാഗങ്ങൾ പറയുന്നത്, വേണമെങ്കിൽ നിന്റെ സംസാരത്തിന് ജീവൻ കൊടുക്കാൻ പറ്റും, വേണമെങ്കിൽ നിന്റെ സംസാരത്തിന് ജീവൻ എടുക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കി വിവാഹിതർ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും പല വിവാഹമോചനങ്ങളോ സെപ്പറേറ്റായിട്ട് ജീവിക്കുന്ന അവസ്ഥകളോ വരില്ലായിരുന്നു. സംസാരത്തിൽ ശ്രദ്ധയില്ലാതെ പോയിട്ട് അത് വലിയ പ്രശ്നത്തിൽ കൊണ്ട് എത്തിച്ചത്. അതുകൊണ്ടാണ് വചനം പറയുക, വേണമെങ്കിൽ നിന്റെ സംസാരം കൊണ്ട് നിനക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. നല്ല രീതിയിൽ സംസാരിച്ച് ജീവിത പങ്കാളിയുടെ മാനസാന്തരം സാധ്യമാക്കിയ വ്യക്തികളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി തെറ്റായ രീതിയിൽ സംസാരിച്ച് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ദമ്പതിമാർ അവർ സംസാരിച്ചു വന്നപ്പോൾ അവർ സൂചിപ്പിച്ച ഒരു കാര്യം, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കുടിയെന്ന് നിൽക്കുന്നോ അന്ന് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. തിരിച്ച് ഭർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവളുടെ സംസാരം എന്ന് നേരെയാകുന്നോ അന്ന് എൻ്റെ കുടിയും മാറും. രണ്ടു പേർക്കും പറയാനുണ്ട് കാര്യങ്ങൾ, ന്യായീകരിക്കാൻ കാര്യങ്ങളുണ്ട്. പക്ഷേ ആരെങ്കിലും ഒരു മുൻകൈ എടുത്ത് എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ നന്മ കൊണ്ട്, എൻ്റെ നല്ല സംസാരം കൊണ്ട്, എൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റണം എന്ന് ചിന്തിച്ചാലേ അവിടെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പറയുണ്ട്, സൂക്ഷിക്കാതെ ഉള്ള സംസാരം, ശ്രദ്ധയില്ലാത്ത സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്തും, അവരെ ഒരുപാട് വേദനയിലേക്ക് നയിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പ്രഭാഷകൻ 28:13 മുതൽ വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സംസാരം ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാവും, വാളുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. പക്ഷേ നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള ആയുധങ്ങളാൽ വീഴ്ത്തപ്പെട്ടവരെക്കാൾ കൂടുതൽ. നമ്മുടെ സംസാരം നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ എത്ര പേരെ നമുക്ക് അടിച്ചു താഴെയിടാൻ പറ്റും, മുറിവേൽപ്പിക്കാൻ പറ്റും, കുത്തി മുറിവേൽപ്പിക്കാൻ പറ്റും. വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ ഈ ശരീരത്തിൽ തുളച്ചു കയറുന്ന അസ്ത്രം പോലെയാണെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. വിവാഹ ജീവിതത്തിലാണെങ്കിലും നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിത പങ്കാളിയെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണെങ്കിൽ അതാണ് ദൈവസ്നേഹം, റിഫ്ലക്ഷൻ ഓഫ് ഗോഡ്സ് ലവ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വിവാഹിതർ സാധ്യമാകേണ്ടത് അതാണ്. അവരുടെ വിവാഹ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു ബാഹ്യ അടയാളമായിട്ട് ആ വിവാഹ ജീവിതം മാറണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, വിവാഹ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ വിവാഹ ജീവിതം വളരെ മനോഹരമായി മാറും. നമുക്കറിയാമല്ലോ, വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വിവാഹിതർക്ക് അവർക്ക് ലഭിക്കുന്ന പ്രിവിലേജ് ഒറ്റയ്ക്ക് നിന്നാൽ കിട്ടുന്ന കാര്യമല്ല. രണ്ടുപേര് ഒന്നിച്ചു നിൽക്കുമ്പോൾ സാത്താനെ ചെറുത്തു തോൽപ്പിക്കാൻ അത് എളുപ്പമാകും. മാത്രമല്ല, ഒരാൾ തളരുമ്പോൾ മറ്റേ ആൾക്ക് താങ്ങാൻ സാധിക്കും. ഈ ഒരു കാഴ്ചപ്പാടിൽ മുമ്പോട്ട് പോകുവാൻ എല്ലാ വിവാഹിതരെയും അനുഗ്രഹിക്കണമെന്ന് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.